ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ സ്വപ്ന ഭവനം. അപ്പോൾ ഞാൻ ഓരോ ഫീച്ചേഴ്സും ഇതിനകത്ത് കാണിക്കാം. ഇതിന് കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ അട്രാക്ഷൻ ഈ രണ്ട് സൈഡിലുള്ള ഫില്ലറാണ്. അതൊരു ഇറ്റാലിയൻ ഡിസൈനാണ്. സിമ്പിളാണ്, പക്ഷേ നല്ല ഒരു വീടിന് ഒരു എലഗൻ ഫീല് കൊടുക്കാൻ ആ ഫില്ലർ വളരെയധികം ഹെൽപ്പായിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫില്ലറിനിടയ്ക്കുള്ള സ്പേസ് മൊത്തം കവർ ചെയ്തിട്ടാണ് സ്റ്റെപ്പ് ഇട്ടിട്ടുള്ളത്. അത് ലപ്പോത്ര ബ്രൗൺ 10 ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഒരു ഗ്രാനൈറ്റ് പീസാണ് വെച്ചിട്ടുള്ളത്. അത് അത്യാവശ്യം തിക്നെസ് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് പൊട്ടിപ്പോകാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ടൈൽ തന്നെ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇതിന് പിന്നെ അങ്ങനെ ഒരു സുഖമുണ്ട് ഇതിനകത്ത്, പെട്ടെന്ന് പൊട്ടില്ല. നല്ല ടെമ്പറുള്ള ഒരു ടൈപ്പ് ഗ്രാനൈറ്റാണ്. ഇത് വിൻഡോസ് ജനവാതിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത് ഒരു ആൻറ്റിക് ടച്ചാണ്. ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മോനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഈ ഒരു ഡിസൈനാണ് നമ്മൾ വെച്ചത്. നമ്മൾ ഗ്ലാസ് വെക്കാനായിരുന്നു തീരുമാനിച്ചത്. നമ്മുടെ നാട്ടിലെ സേഫ്റ്റി ഇഷ്യൂ കാരണം ഗ്ലാസ്സിന് പകരം ആ ഒരു സ്പേസിൽ നമ്മൾ ചെറിയ ചെറിയ വുഡൻ സ്ട്രിപ്പ് പീസ് കൊടുത്തിട്ട് അത് സെറ്റാക്കി. അതും ട്രഡീഷണൽ കേരള സ്റ്റൈലിലുള്ള വുഡൻ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു ചെയറാണ്. നല്ല മെറ്റീരിയലാണ്, നല്ല വൃത്തിയാണ്. ഫിനിഷിങ്ങും നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇരിക്കാൻ നല്ല സുഖമുണ്ട്. ഇതിനകത്തൊരു സോഫ്റ്റ് ഫീലാണ്. കാരണം ഇതിൻ്റെ ഈ കേർവ്സൊക്കെ നമ്മളെ ഒരു ഇരിക്കുന്ന ഷേപ്പ് അനുസരിച്ചായി രണ്ട് ഭാഗത്തും. അതുകൊണ്ട് നല്ല രസമുണ്ട്. പിന്നെ ഈ വീടിൻ്റെ വലിയൊരു അട്രാക്ഷൻ ഈ ലോങ് സിറ്റ് ഔട്ടാണ്. ലോങ് സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10-20 പേര് വരികയാണെങ്കിൽ നമുക്കൊരു പായിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു സദ്യയൊക്കെ ഇവിടെ നടത്താനുള്ളൊരു നീളമുണ്ട്. പിന്നെ അകത്തേക്ക് കയറാം. കമോൺ. കയറുമ്പോൾ തന്നെ കിട്ടുന്നത് ഇതുപോലെയുള്ളൊരു ലോങ് ഹാളാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ, അതായത് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒന്നിച്ച് ക്ലബ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതിൻ്റെ സെൻറ്ററിലൊരു ആർച്ച് ഡിസൈനാണുള്ളത്. ആർച്ചൊരു നമ്മളൊരു ഈജിപ്ഷ്യൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു ആർട്സാണ്. ഫില്ലറിനൊക്കെ നമ്മൾ ഈജിപ്തിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു ആർച്ച് ഡിസൈൻ. ഇറ്റാലിയൻ ഫില്ലർ തന്നെ എവിടെയും അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ 2 സോഫ നമ്മൾ കസ്റ്റം ഡിസൈൻ ചെയ്തതാണ്. നമ്മൾ ആശാരികളെ കൊണ്ട് പറഞ്ഞ് ഈ ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞ് ചെയ്യിച്ചതാണ്. ഇതാകുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാ സോഫ പോലെയല്ല. ഇത് നമുക്ക് ഈ കുഷ്യനും ഇതൊക്കെ നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും. വേണ്ട തോന്നുകയാണെങ്കിൽ ഈ സാധനം മാറ്റിയിട്ട് വേറെ ഡിസൈൻ ആക്കാം, കളർ ചേഞ്ച് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇരിക്കാൻ ഭയങ്കര കംഫോർട്ടാണ്. പിന്നെ സൈഡിൽ ചെറിയൊരു ഇതുള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മയങ്ങണമെന്നെങ്കിലൊക്കെ അത് ഓക്കെയാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ സ്റ്റെയർ കേസ് ആണ് വേറൊരു അട്രാക്ഷൻ. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ 2 കളറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ 2 കളറ് 2 രീതിയിൽ അപ്ലൈ ചെയ്തത്. സാധാരണ നമ്മൾ സൈഡിലൊരു കളറും മുകളിലൊരു കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സൈഡിലൂടെ ഒരു കളറും ടോപ്പിൽ ഇങ്ങനെ ഒരു കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹാൻഡ് റെയിൽസ് സ്റ്റീലും വുഡിൻ്റെയും കോമ്പിനേഷനാണ്. അത് ഓരോ ജംഗ്ഷനിലും മരത്തിൻ്റെ ഫില്ലറും പിന്നെ ബാക്കിയുള്ള സ്ഥലം ഫുള്ളായിട്ട് സ്റ്റീലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് മൊത്തത്തിൽ നോക്കുമ്പോൾ വീടിൻ്റെ ഒരു ലുക്കിന് ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ 2 റൂമാണുള്ളത്. കട്ടിലും ഇതേപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യിച്ചാണ്, നാടൻ തേക്ക് വെച്ച് ചെയ്തതാണ്. താജ്മഹൽ ഫർണിച്ചർ മക്കരപ്പറമ്പിൽ നിന്ന് ചെയ്തതാണ്. നല്ലൊരു വർക്കാണ്. ഇതെൻ്റെ ഒരു സുഹൃത്ത് ചെയ്തതാണ്. കബോർഡ് അത്യാവശ്യം സ്പേസസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഡ്രസ്സിങ് സ്പേസ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കട്ടിലിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കാല് തട്ടൂല. ഇതിൽ കാല് കുറച്ച് ബാക്കോട്ടാണ്. അതിൻ്റെ ഡിസൈൻ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ കേസ് നമ്മൾ തുടക്കാനൊക്കെ സുഖമാണ്. അതേപോലെ കാലിൻ്റെ വിരലിങ്ങനെ തട്ടുന്നൊരു പ്രശ്നം കട്ടിലിന് വരൽക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഭയങ്കര ആ കാര്യത്തിലൊക്കെയാണ്. ഡൈനിങ് ടേബിൾ ഗ്ലാസ് ടോപ്പാണ്.
അതിന് നല്ല ഡിസൈനായിട്ടാണ്, ചെറിയൊരു ഡിസൈൻ. നമ്മുടെ മൊത്തം തീമിന്, വീടിൻ്റെ തീമായിട്ട് മാച്ച് ചെയ്യുന്ന ഡിസൈൻ. ആ കള്ളി നമ്മൾ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. സോറി, ടേബിൾ ഡ്രസ്സൊക്കെ ഉണ്ട്. ഇത് മോൻ്റെ റൂം. ഇതും അതുപോലെ തന്നെ സെയിം കോഡ്സ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്, സെയിം സിസ്റ്റം. ഡോറുകൾക്കൊക്കെ നമ്മൾ ഈ ഒരു തീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇറ്റാലിയൻ പില്ലറിൻ്റെ ഡിസൈൻ തന്നെയാണ് മൊത്തം ഡോറിനും നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട്. അതും ബാത്റൂമിൽ കയറുന്ന ഭാഗത്ത് ചെറിയൊരു വിൻഡോ ഉണ്ട്. ഒരു ഗ്ലാസ്. അത് നല്ലൊരു അട്രാക്ഷൻ ആയിട്ടുണ്ട്. കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ളത്. പിന്നെ ഒരു കോമൺ ബാത്റൂം, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലുള്ള ബാത്റൂം ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും അട്രാക്ഷൻ ഇതിൻ്റെ കിച്ചണാണ്. കിച്ചണിന് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ സംഗതി ചെയ്തിട്ടുള്ളത്. ഇത് ഹോബ് ചെയ്തിട്ടുള്ളത് പിന്നെ പ്യുർ ഫ്ലെയിംസിൻ്റെ ആണ്. ബിസ്മി വാറൻകോട്ട്, നല്ല അത്യാവശ്യം നല്ല പ്രൈസിന് അവർ ഓഫർ പ്രൈസിൽ തന്നു. വിഷു സമയത്ത്, ആ സമയത്ത് വാങ്ങിച്ചതാണ്. നല്ല ഫെസിലിറ്റി, നമ്മൾ ഗണ്ണൊന്നും യൂസ് ചെയ്യേണ്ട. ടേബിൾ ടോപ്പ് ആയതുകൊണ്ട് ഹൈറ്റും പാകമാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ അതേ ഹൈറ്റിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വാഷിംഗ് മെഷീനും അതിൻ്റെ മുകളിൽ റാക്കും വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റാണ്. പിന്നെ അതേ തീമിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരേ ഒരു കിച്ചണിൽ തന്നെ ഒരു അട്രാക്ഷനാണ്. ഇത് സിങ്ക് ഭയങ്കര പിന്നെ ഒരു കുറേ സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. ഒന്ന്, ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഫ്ലോ. ഇത് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് പവറിൽ വേണം ചെയ്യാം. നമുക്ക് എടുത്തിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ വാഷ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഇത് ഇറച്ചിയൊക്കെ കഴിക്കണം, ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഗ്ലാസ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യാം. ഡ്രിങ്കിങ് വാട്ടറിന് ഇതിനകത്ത് ഫിൽറ്റർ വെച്ചിട്ട് അത് ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഉള്ളൊരു സിങ്കാണ്. ഇത് ഞാൻ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ കിച്ചണിൽ വാള് നമ്മൾ മൊത്തത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഒറ്റ വലിയ പീസ് വാള കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ. കുടിയിരിക്കലിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുത്താണ്. നമ്മളെ കോളേജ് ടീം കൊണ്ടുവന്നാണ്. സ്റ്റോർ റൂം ഇതുകൊണ്ട് അറ്റാച്ച്ഡാണ്, അതുകൊണ്ട് കുറച്ച് ഈസി ഉണ്ടാവും. താഴെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമുക്ക് മേലെ ജസ്റ്റ് പോകാം. ഒരു ഡബിൾ ഹൈറ്റ് ലാൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് വളരെ ഒരു കട്ടിലെ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ കോണിയുടെ മേലെ കൂടെ എടുക്കാം. ഇത് കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ താഴത്തേക്ക് നമുക്കൊരു വ്യൂ കിട്ടും ഇവിടുന്ന് മൊത്തത്തിൽ. താഴെ നിന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഏരിയ കാലിയായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതാണ് മുകളിലെ ഹാള്. ഒരു ടി വി റൂമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ടി വി ഒക്കെ വരാനുണ്ട്. തൽക്കാലം ഒരു കാലി ഹാള്, ഒരു പാർട്ടി. പിന്നെ മുകളിൽ കിഡ്സ് റൂം 2 ഉണ്ട്. സെയിം ഡോർസ് തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിനിവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഓപ്പൺ ടെറസ് അല്ല, മുകളിലത്തെ ഒരു സിറ്റ് ഔട്ട്. അതിനൊരു ഗ്രില്ല് കൊടുത്തിട്ടില്ല. ഒരു വർക്ക് കൊടുക്കാനുണ്ട്. ഗ്ലാസ് ബാരിയർ കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാലാണ് അത് കറക്റ്റ് ഇതുണ്ടാവുക. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള മുഴുവൻ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഇവിടെ കുട്ടികളുടെ വേറെ ബെഡ്റൂം ഒക്കെ ഇപ്പോൾ തുണി അലക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ തോന്നുന്നു. വേറൊന്നും ഇതിനകത്തില്ല. അതും ഇമ്പോർട്ടഡ് പിന്നെ കോട്ടാണ്. നമ്മളെ ഒരുപാട് ഡ്രോയേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ കുട്ടിയുടെ ഒരു ബാത്റൂം. ബാത്റൂമിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു 2x4 ടൈലാണ് കൊടുത്തത്. സാധാരണ ചെറിയ ടൈലല്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ കുറേ ജോയിൻറ്റ്സ് കുറവുണ്ട്. ഇപ്പോൾ 2 ടൈലും മാത്രമേ നമ്മളൊരു സൈഡിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എനിക്ക് ഒരു ടൈലും ചെറിയൊരു പീസും. ക്ലോസറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഇറ്റാലിയൻ യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ്. എല്ലാ റൂമിലും ഒരുപോലെയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ക്ലീനിങ് കുറച്ച് ഈസി ആയിരിക്കും. ഇത്
പ്ലെയിനാണ്. അപ്പോൾ ഇതൊന്നും തുടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണത്. അത് നല്ലൊരു സൗകര്യം തോന്നുന്നു. പിന്നെ ലാസ്റ്റ് ഫൈനലി നമ്മളൊരു ഓപ്പൺ ടെറസാണ്. ഈവനിങ്ങിൽ സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡ്രസ്സ് അലക്കി മഴക്കാലത്ത് തൊടാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ഒരു യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ പള്ളിയിലൊക്കെ ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ മറ്റേ വാഷ് ഏരിയയിൽ യൂസ് ചെയ്യുന്ന ടൈലാണ്. അപ്പോൾ അത് റെസിസ്റ്റൻ്റാണ്, വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വേറെ ഡാമേജ് ഒന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു നമ്മുടെ തോട്ടത്തിലേക്കുള്ള മുഴുവൻ വ്യൂ ഇവിടെ തന്നെ കിട്ടും. നല്ലൊരു അട്രാക്ഷനാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മളെ ഹോം ടൂർ. ഒരു എല്ലാ ഭാഗവും കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ മെയിൻ ഹാളിൽ, മുകളിലത്തെ മെയിൻ ഹാളിൽ കോണിക്കൂടിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ 3 വലിയ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അത് വീട്ടിലേക്കുള്ള മൊത്തം പിന്നെ വെളിച്ചത്തിൻ്റെ സപ്ലൈ നമുക്കതുകൊണ്ട് ഉറപ്പുവരുത്താൻ പറ്റും. അതിന് പുറമെ വേറൊരു സംഗതി കൊടുത്തിട്ടുള്ളത്, ഇവിടെ മുകളിൽ ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ 10 mm തിക്നെസ്സുള്ള ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പകൽ സമയത്ത് നമുക്ക് വീട്ടിൽ ലൈറ്റ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഈ വിൻഡോയും ഇതുപോലെയുള്ള ഈ ഒരു ഇതും പർഗോളയും നമുക്ക് വീട്ടിലേക്കുള്ള മൊത്തം. ഇതെൻ്റെ കുഞ്ഞിവാവ, നല്ല കുട്ടിയാണ്, സൂപ്പർ ബേബിയാണ്. വീഡിയോ എടുക്കുന്ന കേട്ടോ പപ്പ. അപ്പോൾ ഇത്രയൊക്കെയുള്ള സുഹൃത്തുക്കളെ ഹോം ടൂർ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.